മറൈൻ ഡ്രൈവിലെ സീതാറാം യെച്ചൂരി നഗറിലാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാലിയുടെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തിയത് 24-ാം തീയതി വൈകിട്ട്. 25-ാം തീയതി രാവിലെ ഇവിടെ നമ്മുടെ ഈ നഗറിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലുള്ള നഗറാണ്. ഈ നഗറിലാണ് നമ്മുടെ പ്രതിനിധി സമ്മേളനം ചേർന്നത്. ഈ ഹാളിൻ്റെ മുൻപിലുള്ള കലാപരിപാടി നടന്നത് MM ലോറൻസിൻ്റെ നാമധേയത്തിലുള്ള നഗറിലാണ്. വഞ്ചി സ്ക്വയറിൽ KJ ജേക്കബ് നഗറിലാണ് കലാപരിപാടികൾ മത്സരങ്ങളും മറ്റും സംഘടിപ്പിച്ചത്. സമ്മേളനത്തിലാകെ 371 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി മെമ്പർമാരടക്കം 414 പേരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന നേതാക്കന്മാരും PB മെമ്പർമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിൽ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 3155 പാർട്ടി ബ്രാഞ്ചുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും 192 ലോക്കൽ കമ്മിറ്റികളുടെ പ്രവർത്തനം സംബന്ധിച്ചും 16 ഏരിയ കമ്മിറ്റികളുടെ പ്രവർത്തനം സംബന്ധിച്ചും പരിശോധിക്കുന്ന റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ജില്ലയിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്വീകരിക്കേണ്ട സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചും എല്ലാം പ്രതിപാദിച്ചിരുന്നു. ഏരിയ കമ്മിറ്റികളെക്കുറിച്ചും ഏരിയ കമ്മിറ്റികളുടെ ലോക്കൽ കമ്മിറ്റികളെക്കുറിച്ചും എല്ലാം പ്രധാനപ്പെട്ട പ്രവർത്തകരെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ജില്ലയിലെ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ശ്രദ്ധ വയ്ക്കേണ്ട പ്രധാന കാര്യങ്ങളെല്ലാം അതിൽ ഞങ്ങൾ സാധാരണ റിപ്പോർട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിമർശനപരമായും സ്വയംവിമർശനപരമായിട്ടാണ് റിപ്പോർട്ട്. വാസ്തവത്തിൽ നമ്മുടെ ജില്ലയിലെ പാർട്ടിയിൽ ഈ കഴിഞ്ഞ ടൈമിൽ 2021 ഡിസംബർ മാസം ചേർന്ന കളമശ്ശേരി സമ്മേളനത്തിന് ശേഷം പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സംഘടനാപരമായിട്ടുള്ള ക്രമവും ചിട്ടയും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഒതുക്കവും അതെല്ലാം ഈ സമ്മേളനകാലത്ത് നടന്ന കാര്യങ്ങളാണ്. അതിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ഡെലിഗേഷനും എടുത്തു പറഞ്ഞൊരു കാര്യം, പാർട്ടി രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വ്യക്തിനിഷ്ഠമായുള്ള തർക്കങ്ങളൊന്നും ഈ സമ്മേളനത്തിൽ ഉണ്ടായത് പ്രസക്തിയേ ഇല്ല.